ശബരിമലയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രൂപീകരിച്ചതിന്റെ പ്ലാറ്റിനം ജൂബിലി വാർഷികത്തോടനുബന്ധിച്ച് അടുത്ത വർഷം സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ നടപ്പാക്കുമെന്ന് ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് വ്യക്തമാക്കി. നിലവിൽ ഇന്റർനെറ്റ് കവറേജ് വേണ്ടത്ര ലഭ്യമല്ലാത്തതാണ് ശബരിമലയിലെ പ്രശ്നം. ബ്രോഡ്ബാൻഡ് കണക്ഷൻ ലഭ്യമാക്കാൻ നിലയ്ക്കൽ മുതൽ പമ്പ വരെ ഡക്ട് ഫൈബർ ഒപ്റ്റിക് കേബിൾ സ്ഥാപിക്കും. ഡക്ട് യാഥാർത്ഥ്യമായാൽ ശബരിമലയിൽ ഇന്റർനെറ്റ് ബ്രോഡ്ബാൻഡ് പൂർണ്ണതോതിൽ ലഭ്യമാക്കാമെന്ന് BSNL ഉൾപ്പെടെയുള്ള ഇന്റർനെറ്റ് സേവനദാതാക്കളായ കമ്പനികൾ അറിയിച്ചിട്ടുണ്ട്. ഡെക്ക് വഴി നിലയ്ക്കലിൽ നിന്നും ഡെക്ക് വഴി ഒരു പമ്പ വരെ എത്തിച്ച് ബ്രോഡ്ബാൻഡ് കണക്ഷൻ എത്തിക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ ഇല്ല. അത് ജിയോ, BSNL, എയർടെൽ, വോഡഫോൺ ഇതാണ് പ്രധാനപ്പെട്ട ദാതാക്കൾ. അവരൊരു റിക്വസ്റ്റായിട്ട് ഞങ്ങളെ സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ തന്നെ നിലയ്ക്കലിൽ നിന്നും പമ്പ വരെ ഒരു ഡെക്ക് ഞങ്ങൾ നിർമ്മിക്കും. അതിന് വേണ്ടിയിട്ട് PWDയിൽ നിന്ന് നമുക്ക് പെർമിഷൻ വേണം, വനംവകുപ്പിൽ നിന്ന് പെർമിഷൻ വേണം. അതിനുള്ള മൂവ്മെൻറ്റ് ഞങ്ങൾ നടത്തും. അടുത്ത വർഷമാകുമ്പോഴേക്കും ബ്രോഡ്ബാൻഡ് കൊണ്ടുവന്ന് നിലയ്ക്കലിൽ നിന്നും പമ്പ വരെ ബ്രോഡ്ബാൻഡ് കൊണ്ടുവന്ന് അത് സന്നിധാനത്തേക്ക് എത്തിച്ച് ഈ നെറ്റ്വർക്ക് പ്രോബ്ലം പരിഹരിക്കുവാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. നിലവിൽ മണ്ഡല മകരവിളക്ക് മഹോത്സവ സമയത്താണ് ശബരിമലയിൽ ഇന്റർനെറ്റ് ലഭ്യമാകുന്നത്. ബ്രോഡ്ബാൻഡ് വന്നാൽ 365 ദിവസവും ഇന്റർനെറ്റ് ലഭ്യമാകും. ബ്രോഡ്ബാൻഡ് പ്രവർത്തനം പൂർണ്ണമായി ഡിജിറ്റലൈസ് ആകാനുള്ള ക്രമീകരണങ്ങൾ അടുത്ത വർഷം തുടങ്ങും. ഇതിനായി കേരള പോലീസിന്റെ സൈബർ ഉപദേശകനായ ഡോക്ടർ വിനോദ് ഭട്ടതിരിയെ ചീഫ് അഡ്വൈസറായി നിയമിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ റവന്യൂ ചെലവ് വിഭാഗമാണ് ഡിജിറ്റലൈസ് ചെയ്യുക. സി മലയാളം ന്യൂസ്, പത്തനംതിട്ട. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.